അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ഉമ്മയാണ് തിരുനബി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളുടെ ഉമ്മയായ സയ്യിദത്തുന ആമിനത്തു ബിൻതി വഹ്ബിൻ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദി. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ 6-ാമത്തെ വയസ്സിൽ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ മഹദി ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹയും ഒത്ത് പരിശുദ്ധ മദീനയിൽ നിന്ന് വിശുദ്ധ മക്കയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അബവാ എന്ന സ്ഥലത്ത് വെച്ച് മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുകയായിരുന്നു. അങ്ങനെ അവിടെയാണ് അവരെ മറവ് ചെയ്തത്. നമ്മുടെയൊക്കെ ആദരണീയരായ ഉമ്മമാരെക്കാളും സ്ഥാനമുള്ളവരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയുടെ ഉമ്മയായ സയ്യിദത്തുന ആമിനത്തു ബിൻത് വഹ്ബ് റളിയല്ലാഹു തആല അൻഹ. അത് വഹി മുഖേന അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശുഅറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്ന സ്വാലിഹീങ്ങളിലൂടെയുള്ള അങ്ങയുടെ കടന്നുവരവും അറിയുന്നവനാണ് അല്ലാഹു എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ സയ്യിദുന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വലിയ സ്വഹാബിയാണ്, റഈസുൽ മുഫസ്സിരീൻ എന്ന പേരുള്ള മഹാനാണ്, അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന പ്രത്യേക സ്ഥാനപ്പേരുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വതഖല്ലുബക ഫിസ്സാജിദീൻ എന്ന ആയത്തിന് 2 അർത്ഥങ്ങൾ കൊടുത്തതിൽ 2-ാമത്തെ അർത്ഥം മഹാനവർ പറഞ്ഞത് തഖല്ലുബക ഫി അസ്ലാബി ആബാഇകൽ മുഅ്മിനീന അൽ കിറാം, മഹാന്മാരായ വലിയ മഹത്വമുള്ള ബഹുമാനമുള്ള വിശ്വാസികളായ അങ്ങയുടെ പിതാമഹന്മാരിലൂടെ, ഉപ്പമാരിലൂടെയും ഉമ്മമാരുടെയും മുതുവിലൂടെ കടന്നു വന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാഷാ അല്ലാഹ്. അപ്പം മുഅ്മിനീങ്ങളാണ്, അതും കിറാമാണ്, മഹാന്മാരാണ് എന്ന് ആരാ തഫ്സീർ നൽകിയത്? സയ്യിദുന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യന്തഖിലു നൂറുഹു മിൻ സാജിദിൻ ഇലാ സാജിദിൻ ഫൽ ആയത്തു ദാല്ലത്തുൻ അലാ അന്ന ജമീഅ ആബാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ കാനൂ മുസ്ലിമീൻ. സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ നൂറ് അത് സുജൂദ് ചെയ്യുന്നവരിലൂടെ കടന്നു വന്നു എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ ഉപ്പാപ്പമാരും മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. മാഷാ അല്ലാഹ്. ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു തന്റെ ദലായിലുൻ നുബുവയിലൊക്കെ റിപ്പോർട്ട് ചെയ്തത് കാണാം, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അന്നൻ നബി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ മഫ്തറക്കൻ നാസു ഫിർഖത്തൈനി ഇല്ലാ ജഅലനി അല്ലാഹു മിൻ ഖൈരിഹിമാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകൾ എവിടെയൊക്കെ 2ആയി വേർപിരിഞ്ഞോ അവിടെയൊക്കെ അവരിൽ ഏറ്റവും ഉത്തമരിലായിരുന്നു എൻ്റെ ജീനുള്ളത്. മാഷാ അല്ലാഹ്. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ അവിടുന്ന് പറയാണ് ഫഅന ഖൈറുക്കും നഫ്സൻ വ ഖൈറുക്കും അബാ. മാഷാ അല്ലാഹ്. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. ഫഅന ഖൈറുക്കും, ലോകത്തോട് അവിടുന്ന് പറയാണ്, മനുഷ്യകുലമേ, നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിയാണ് ഞാൻ. വഖൈറുക്കും അബാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ഉമ്മയും ഉപ്പയുമുള്ള ആളുമാണ് ഞാൻ. മാഷാ അല്ലാഹ്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ഉപ്പയും ഉമ്മയും ഉള്ളവർ എന്ന്. ഇത്രയും ആയത്തുകളും ഹദീസുകളും മഹാന്മാരുടെ തഫ്സീറുകളും പോരിശ പറഞ്ഞ ആ ഉമ്മ സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മമാരെക്കാളും ഒക്കെ മഹത്വമുള്ള വലിയ മഹദിയാണ്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു, ആര്? ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ മക്കം ഫത്ഹിന്റെ വേളയിൽ 1000 കണക്കിന് സ്വഹാബത്തിനെ കൂട്ടി സിയാറത്ത് ചെയ്തത്. 1-2 ആളല്ല,
സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ സ്വഹാബത്തിനെ കൂട്ടി മക്കം ഫത്ഹിന്റെ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മാനെ സിയാറത്ത് ചെയ്തത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഹദിയെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ് എന്നാണ് കിട്ടുക. ഏതാണ് ഹദീസ്? അൻ സയ്യിദിനാ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സാറൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഖബ്റ ഉമ്മിഹി ഫബകാ വഅബ്കാ മൻ ഹൗലഹു എന്ന്. മാഷാ അല്ലാഹ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്തു. ഫബകാ, അവിടുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. ആ പരിശുദ്ധ മദീനയിൽ നിന്ന് തന്റെ മാതാവിനോടൊപ്പം തിരിച്ചു പോന്ന് അബവായിൽ വെച്ച് വഫാത്തായ തന്റെ ഉമ്മാനെ ഓർത്ത് അവിടുന്ന് കണ്ണുനീര് പൊയ്ക്കി. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ കണ്ണുനീര് അവിടെ വീണുവെങ്കിൽ ആ മഹദി ആരായിരിക്കും? പിന്നെ ആ നൃത്തം പോരെ, ആ സാന്നിധ്യം പോരെ, ആ സാമീപ്യം പോരെ ആ ഉമ്മാന്റെ സ്ഥാനം എവിടെയോ എത്താൻ, എത്രയോ ഉയരങ്ങളിൽ എത്താൻ എന്നല്ല. അബ്കാമൻ ഹൗലഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് കണ്ട് ചുറ്റുഭാഗത്തുമുള്ള ആയിരക്കണക്കിന് സ്വഹാബത്തും കരഞ്ഞുപോയി എന്നല്ലോ. ആ സ്വഹാബത്ത് ഇങ്ങനെ ഒരു സിയാറത്ത് ലോകത്ത് തന്നെ വേറെ കാണാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിരക്കണക്കിന് സ്വഹാബത്തും കൂടെയുള്ള ഒരു കൂട്ട സിയാറത്ത്. ആരെ? തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ. ആ ഉമ്മ നരകത്തിലാണെന്നൊക്കെ പറയുന്ന ചില നവീനവാദികളുണ്ട്. അല്ലാഹ്, ആ മോശം അഭിപ്രായത്തിന്റെ അപകടവും അബദ്ധവും ഒക്കെ മനസ്സിലാവുക ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കാണുമ്പോഴാണ്. പിന്നെ അതേ ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മാക്ക് മാപ്പിന് അപേക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു, പക്ഷേ അള്ളാഹു അതിന് അനുവാദം തന്നില്ല. ഇത് വെച്ചിട്ടാണ് ചിലർ പറയുന്നത് അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് എന്താ പറയാ, മുശ്രിക്കാണ് എന്നൊക്കെ. നമ്മുടെ നാവ് കൊണ്ടത് പറയാൻ തന്നെ പേടിയാണ്, അത് ഉദ്ധരിക്കാൻ തന്നെ പേടിയാണ്. സത്യത്തിൽ ഇസ്തിഗ്ഫാറിന് അനുമതി കൊടുക്കാതിരുന്നത് മഹദിക്ക് പാപങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഞാൻ എന്താ ചെയ്യാ? അല്ലാതെ മുശ്രിക്കത്തായത് കൊണ്ടല്ല. കാരണം എന്താ? മഹദിയെപ്പോലുള്ള പ്രവാചകന്മാരില്ലാത്ത കാലത്തുള്ളവരോട് തക്ലീഫ് ബാധകമല്ല. അഥവാ അവരോട് അള്ളാഹുവിൻ്റെ കൽപ്പനകളോ നിരോധനങ്ങളോ ബാധകമല്ല. നിങ്ങൾ നിസ്കരിക്കണം, നോമ്പെടുക്കണം തുടങ്ങിയ കൽപ്പനകൾ അവർക്ക് കിട്ടിയിട്ടില്ല. കള്ള് കുടിക്കരുത്, ഗീബത്ത് പറയരുത് പോലുള്ള വിലക്കുകളും അവർക്ക് കിട്ടിയിട്ടില്ല. അതുണ്ടെങ്കിലല്ലേ കൽപ്പനകൾ ചെയ്യാത്തതിൻ്റെ പേരിലോ വിലക്കിയവ ചെയ്തതിൻ്റെ പേരിലോ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുക. അപ്പോഴല്ലേ പൊറുക്കലിനെ തേടേണ്ട അനിവാര്യതയും വരുന്നുള്ളൂ. അങ്ങനെ ഒരു പാപം തന്നെ അല്ലെങ്കിൽ ഒരു തക്ലീഫ് തന്നെ, കൽപ്പനകൾ തന്നെ അവരോട് ബന്ധിക്കുന്നില്ല. ഏതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടേണ്ടെന്ന് ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലി അബവൈഹി പോലുള്ള ദുആകൾ ചെയ്യാൻ ഇമാമിങ്ങൾ നിർദ്ദേശിച്ചത്. കാരണം കുട്ടികളോട് ശരീഅത്തിന്റെ നിർബന്ധങ്ങളോ ഹറാമുകളോ ബാധകമല്ല. അപ്പോൾ അവർക്ക് പാപങ്ങളുമില്ല. ഒരു ചെറിയ കുട്ടി, ആൺകുട്ടി സ്വർണത്തിന്റെ ആഭരണം ധരിച്ചു, അതിൻ്റെ പേരിൽ കുട്ടിക്ക് പാപമുണ്ടോ? ഇല്ല. കുട്ടി നിസ്കരിച്ചില്ല, അതിൻ്റെ പേരിൽ കുട്ടിക്ക് പാപമുണ്ടോ? അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടേണ്ടെന്ന് ആവശ്യമില്ല. മാത്രല്ല, ഇതൊക്കെ അള്ളാഹു ഖുർആനിൽ തന്നെ വെട്ടി തുറന്ന് പറഞ്ഞതാണ്. സൂറത്തു സജദയിലെ 3-ാമത്തെ ആയത്തിൽ തുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക, അങ്ങേ നിയോഗിച്ചത് എന്തിനാ? ഒരു വിഭാഗം ആളുകൾക്ക് താക്കീത് നൽകാൻ വേണ്ടി, നരകത്തെക്കുറിച്ചുള്ള താക്കീത്. നിങ്ങൾ തെറ്റുകുറ്റങ്ങളിൽ മുഴുകിയാൽ നരകത്തിൽ പോവേണ്ടി വരും. അത് ഏത് വിഭാഗത്തെ, ഏത് ജനതയെ താക്കീത് ചെയ്യാനാണ്? മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക, അങ്ങേക്ക് മുന്നേ അവർക്ക് പ്രവാചകൻ വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു താക്കീതുകാരൻ വന്നിട്ടില്ല. അത്തരം ഒരു സമൂഹത്തിനെ താക്കീത് ചെയ്യാനാണ് അങ്ങയെ നിയോഗിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മാക്കോ ഉപ്പാക്കോ ഒന്നും ആരില്ല. ആ കാലഘട്ടത്തിലൊന്നും നബിമാര് വേറെയില്ല. യാസീൻ സൂറത്തിന്റെ തുടക്കത്തിലുമുണ്ട് ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉം, അങ്ങയെ നിയോഗിക്കപ്പെട്ടത് എന്തിനാ? അങ്ങയുടെ മുമ്പുള്ളവർക്ക്, ഉപ്പാപ്പമാർക്ക് എന്തില്ല?
താക്കീത് നൽകപ്പെടുന്ന ഒരു വിഭാഗം വന്നിട്ടില്ല, ഒരു പ്രവാചകൻ വന്നിട്ടില്ല. സൂറത്തുൽ ഇസ്രായിൽ കാണാം, കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, നമ്മൾ ഒരാളെയും ശിക്ഷിക്കൂല. അള്ളാഹ് പറയാണ്, പ്രവാചകനെ നിയോഗിക്കുന്നത് വരെ ഒരാളെയും ഞാൻ ശിക്ഷിക്കുകയില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് പ്രവാചകനില്ല. ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രവാചകരില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷയോ കുറ്റങ്ങളോ നരകമോ ഇല്ല. അപ്പോൾ പാപങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പൊറുക്കലിനെ തേടാൻ അനുമതി കൊടുക്കാതിരുന്നത്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കുക. നബിതങ്ങൾക്ക് പൊറുക്കലിനെ തേടാൻ അനുമതി കൊടുക്കാത്തത് കൊണ്ട്, പാപങ്ങളില്ലാത്തത് കൊണ്ട്. അതുണ്ടെങ്കിലല്ലേ പൊറുക്കലിനെ തേടേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നവീനവാദികൾ പറയുന്നത് പോലുള്ള നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പേടിയാവുന്ന ഒരവസ്ഥ മഹദിക്കുള്ളത് കൊണ്ടല്ല. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി എന്താ? അഥവാ പൊറുക്കലിനെ തേടാൻ സമ്മതം ചോദിച്ചു, അങ്ങനെ പൊറുക്കലിനെ തേടേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് എനിക്ക് സമ്മതം കിട്ടിയില്ല എന്ന ഹദീസിന്റെ ബാക്കി, പിന്നെ ഞാൻ എന്തിനു സമ്മതം ചോദിച്ചു? എൻ്റെ ഉമ്മായ ഞാൻ സിയാറത്ത് ചെയ്യട്ടെയോ എന്ന് ആരോടാ സമ്മതം ചോദിക്കുന്നത്? അള്ളാഹുവിനോട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഫഅദിനലി, അല്ലാഹു സുബ്ഹാനഹു വ തആല സിയാറത്ത് ചെയ്യാൻ എനിക്ക് അനുമതി തന്നു. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാഷാ അല്ലാഹ്, എത്ര വലിയ അനുമതിയാണിത്! ഒരാൾക്കും എതിർക്കാൻ വകയില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ സിയാറത്ത് ചെയ്തത്. സത്യത്തിൽ ഇവര് പറയുന്നത് പോലെ മുശ്രിക്കത്താണെങ്കിൽ മഹദി പറയാൻ തന്നെ നമുക്ക് കഴിയൂല. സിയാറത്ത് ചെയ്യാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ നിരോധിച്ചതാണത്. എന്താ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബരിഹി. കാഫിരീങ്ങളിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി അങ്ങ് നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, വലാ തഖും അലാ ഖബരി, അവരുടെ ഖബറിന്റെ അരികിൽ നിൽക്കാൻ പോലും പാടില്ല. സിയാറത്ത് ഖുർആൻ കൊണ്ട് നിരോധിച്ചതാണ്. അപ്പൊ നബി തങ്ങൾക്ക് അള്ളാഹു അനുമതി കൊടുക്കുകയാണ് സിയാറത്ത് ചെയ്യാൻ. അപ്പൊ പിന്നെ ആ മഹദിയുടെ പവിത്രത എത്രയാണെന്ന് പറയേണ്ടതുണ്ടോ? അപ്പോൾ ഈ ആയത്തുണ്ടായിട്ടും വലാത്തക്കും അല ഖബരിഹി, മുശ്രിക്കീങ്ങളായി മരണപ്പെട്ടവരുടെ ഖബറിന്റെ അരികിൽ നിൽക്കരുത് എന്ന നിരോധനം ഉണ്ടായിട്ടും മക്കം ഫത്ഹിന്റെ വേളയിൽ, പണ്ട് കാലത്തൊന്നല്ല, ഇസ്ലാമിന്റെ നബിതങ്ങളുടെ ആ വഫാത്തിനോട് അടുത്ത കാലത്ത് നസ്ഖ എന്നൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ മൻസൂഖ എന്നൊന്നും പറയാൻ അവകാശമില്ല. മക്കം ഫത്ഹിന്റെ വേളയിൽ പ്രിയപ്പെട്ട ഉമ്മാൻ അവിടുന്ന് സിയാറത്ത് ചെയ്തെങ്കിൽ, അതും ആയിരക്കണക്കിന് സ്വഹാബത്തിനൊപ്പം സിയാറത്ത് ചെയ്തെങ്കിൽ, മഹദി ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ഉത്തമമായ മാതാവാണെന്നും, അവിടുത്തെ പിതാവ് ലോകത്തിലെ ഏറ്റവും ഉത്തമനായ പിതാവാണെന്നും, അവിടുത്തെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണെന്നുമാണ് ലഭിക്കുക. അള്ളാഹു റസൂൽ സിയാറത്ത് ചെയ്തില്ലേ? സ്വഹാബത്ത്, ആയിരക്കണക്കിന് സ്വഹാബത്ത് സിയാറത്ത് ചെയ്തില്ലേ? ഇതന്നല്ലേ സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി മഹദിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പാടില്ലെന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ, ഹദീസിൽ അങ്ങനെ ഉണ്ട്, പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിളിച്ച് തെളിവെടുക്കുന്നവർ എന്ത് ചെയ്യണം? സുന്നത്ത് മാത്രം ചെയ്യുന്നവരാണ്, നബിതങ്ങൾ ചെയ്തത് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം? മഹദിയെ സിയാറത്ത് ചെയ്യട്ടെ, അത് സുന്നത്തല്ലേ. മാത്രമല്ല, എന്നിട്ട് ആ പുണ്യ സ്ഥലത്ത് വെച്ച് കരയണം. അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞില്ലേ? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരക്കണക്ക് സ്വഹാബത്തടക്കം കരഞ്ഞ സ്ഥലമാണ്. കരയണം. സുന്നത്ത് മാത്രം ചെയ്യുന്നവരത് ചെയ്യട്ടെ. മഹദിയെ ഇകഴ്ത്തുന്നവരും നരകത്തിലേക്ക് തള്ളുന്നവരുമൊക്കെ ഉണ്ട്. അത്തരക്കാരോട് നമുക്ക് രാജിയാവാം, അവരെ നമുക്ക് വർജിക്കാം. അത്തരം ക്ലാസ്സുകളോ കുറിപ്പുകളോ വായിക്കാനോ ഫോർവേഡ് ചെയ്യാനോ പാടില്ല. മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാനെ കുറിച്ചോ ഉപ്പാനെ കുറിച്ചോ നിങ്ങൾ എന്ത് വിശ്വസിച്ചു എന്ന് ഖബറിൽ ചോദിക്കൂല. ഉണ്ടോ? നമുക്ക് അങ്ങനെങ്കിലും ചുരുങ്ങിയത് മനസ്സിലാക്കാലോ. ഖബറിൽ അത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ കരുതലോടെയും വളരെ അതപോടെയും സംസാരിക്കാവും. നമുക്കതിനെ കുറിച്ച് എന്തില്ല, നിങ്ങൾ അങ്ങനെ തന്നെ എന്താവണം, അവരെ കുറിച്ച് ഇന്ന വിശ്വസിക്കണം എന്നൊരു കൽപ്പന നമ്മോടില്ലല്ലോ. പിന്നെ നമ്മൾ അവരെ കുറിച്ച് പറയുമ്പോൾ അനാദരവുള്ളത് പറയാതിരിക്കാനെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം? അതവ് കാണിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാനെ കുറിച്ചോ ഉപ്പാനെ കുറിച്ചോ മോശമായി പറയുന്നത് കേൾക്കാനോ അത് ചെവിക്കൊള്ളാനോ വായിക്കാനോ നമ്മുടെ സമയം കളഞ്ഞു. മറിച്ച് അവരെ കുറിച്ച് എപ്പോഴും നല്ലത് പറയുക. അവരെ കുറിച്ച് നല്ലത് പറയുക. നല്ലത് പറഞ്ഞാൽ എന്തെങ്കിലും വരാനുണ്ടോ? ഒന്നും വരാനില്ല.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയില്ലാത്തൊരു സ്വർഗം നമുക്ക് വേണ്ട. അങ്ങനത്തെ ഒരു സ്വർഗം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവിടുന്നല്ലേ നമുക്ക് പഠിപ്പിച്ച് തന്നത് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. പടച്ചവനെ, എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും അവർക്ക് നീ കാരുണ്യം നൽകണേ എന്ന ആ ദുആ തന്നെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂലല്ലേ. നമുക്ക് ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു തആല ഇവരോടൊക്കെ വലിയ ആദരവാണ് വേണ്ടത്, വലിയ മഹത്വമാണ് വേണ്ടത്. അല്ലാഹു തആല അവരുടെ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗ്ഗപൂന്തോപ്പാക്കട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യമക്കളെയും ഇഷ്ടജനങ്ങളെയും ഒക്കെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അവരോടൊന്നിച്ച് സ്വർഗ്ഗലോകത്ത് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകളൊക്കെ അല്ലാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനവും ഇസ്സത്തും ഐശ്വര്യവും നൽകട്ടെ, എല്ലാ ബറക്കത്തും നൽകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ